നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് CPIയും CPMും വെവ്വേറെ ചർച്ച ചെയ്ത് ചില നിഗമനങ്ങളിലെത്തുകയുണ്ടായി. CPMിൻ്റെ പ്രധാനപ്പെട്ട നിഗമനം തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു, ശരിയാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരമില്ല എന്നതാണ് CPMും വിലയിരുത്തിയത്. CPI മറിച്ചാണ്. ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളെയും കാണാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPM ശാഠ്യം പിടിക്കുന്നത്? അതാർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഭരിക്കുന്ന ഒരു പാർട്ടി, ഭരിക്കുന്ന ഒരു സംവിധാനം ജനങ്ങളെ വെറുപ്പിക്കുന്ന സമയത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിഷേധ ശബ്ദമാണ്. ആ പ്രതിഷേധ ശബ്ദം വോട്ടായി മാറുന്ന സമയത്താണ് ഭരണവിരുദ്ധ വികാരം ഭരിക്കുന്ന പാർട്ടിയെ ഭരണത്തിൽ നിന്ന് പുറത്തെത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ 9.5 വർഷമായി കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഭരണവിരുദ്ധ വികാരമുണ്ടാവുക സ്വാഭാവികം. എത്ര നാൾ കൂടുതൽ ഭരിക്കാനായിട്ട് തുടങ്ങുന്നുവോ അത്രയും കാലത്തോളം ഈ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഫാക്ടർ ഡെവലപ്പ് ചെയ്യും. അതിനെ മറികടക്കാനായിട്ട് പലതരം പ്രവർത്തനങ്ങൾ നടത്തിയാണ് സാധാരണ സർക്കാർ അധികാരത്തിലേക്ക് തിരിച്ചു വരിക. ബീഹാർ തിരഞ്ഞെടുപ്പ് ഇതിന് നല്ല ഉദാഹരണമാണ്. ബീഹാറിൽ നിലവിലുണ്ടായിരുന്ന സർക്കാരിനെതിരെ ശക്തമായ ജനവിരുദ്ധ വികാരമുണ്ടായിരുന്നു, ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അത് മറികടക്കാൻ വേണ്ടി അവർ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി. കുറച്ചും കൂടി ശക്തമായിട്ടുള്ള രീതിയിലായിരുന്നു അത്. സ്ത്രീകളുടെ ഏതാണ്ട് 1.5 കോടി കുടുംബങ്ങളുടെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ എത്തിച്ചുകൊണ്ടാണ് അതിനെ മറികടന്നത്. പൊതുവെ ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭരിക്കുന്ന കക്ഷിയാണ് വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപൂർവം ചിലയിടങ്ങളിൽ മാത്രമാണ് അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചരിത്രം നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള സെഫോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് വലിയ വിശകലനം നടത്തുന്നതായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിശാരദന്മാരാണ്. അപ്പോൾ ഇലക്ഷനെക്കുറിച്ച് അവർ നടത്തുന്ന അനാലിസിസ് അത് വെച്ചിട്ട് അവർ പറയുന്നത് ഇന്ത്യ ഇപ്പോൾ പ്രോ ഇൻകംബൻസിയുടെ മേഖലയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നുവെച്ചാൽ ഭരണവിരുദ്ധ വികാരമല്ല, ഭരണാനുകൂല വികാരം. ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള മനസ്സ്. ആ മനസ്സ് നിർമ്മിച്ച് കഴിയുമ്പോൾ അവിടെ ഈ ആംഗ്രി വോട്ടർ എന്ന് പറഞ്ഞാൽ കലാപകലുഷിത മനസ്സുമായിട്ട് നിൽക്കുന്ന ശരിപ്പെടുത്തും നിന്നെ എന്ന് പറയുന്ന വോട്ടർ ഉണ്ടാവില്ല. എന്നാൽ ആൻറ്റി ഇൻകംബൻസിയിൽ നിന്നെ ശരിപ്പെടുത്തും, നിന്നെ തകർക്കും, നിന്നെ തോൽപ്പിക്കും എന്ന് പറയുന്ന ആംഗ്രി വോട്ടർ പ്രത്യക്ഷപ്പെടുന്നതാണ്. കേരളത്തിലെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ആംഗ്രി വോട്ടർ അതിശക്തമായിരുന്നു. അതുകൊണ്ടാണ് നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ പ്രതീകങ്ങളായ CPIയുടെയും CPMൻ്റെയും അവരുടെ ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥികൾ പല സ്ഥലത്തും പരക്കെ തോറ്റത്. അതിന് പകരം വന്നത് പ്രതിപക്ഷ സ്വഭാവം പുലർത്തുന്ന UDFൻ്റെ സ്ഥാനാർത്ഥികൾ, അവരാണ് വിജയിച്ചത്. ഇപ്പം മലയാള മനോരമ പത്രത്തിൽ ഞാൻ വായിച്ചൊരു വാർത്ത ഇതാണ്: UDF തരംഗം. അത് തെറ്റാണ്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തരംഗം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. എന്തുകൊണ്ടാണ് UDF തരംഗം എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന് പറയുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചത് BJP ആണ്. അവിടെ UDF അല്ല വിജയിച്ചത്. എന്തുകൊണ്ട്? UDF തരംഗമായിരുന്നെങ്കിൽ CPM തോറ്റെടുത്ത് UDF ആണ് ജയിക്കേണ്ടത്. പക്ഷേ UDF അല്ല അവിടെ ജയിച്ചു, അവിടെ BJP ജയിച്ചു. അങ്ങനെ തലസ്ഥാന നഗരി എന്ന് പറയുന്നത് BJPയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് മാറുന്നു എന്ന് അവർ പറയുകയും അതിൻ്റെ വാർത്ത നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. വലിയ വാർത്തയാക്കി മാറ്റിയവർ. എന്താ അവിടെ UDF ജയിക്കായിരുന്നു? മനോരമക്കാരോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. അവിടെ എന്തുകൊണ്ട് UDF ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ UDF തരംഗമില്ല എന്ന് തന്നെയാണ് അർത്ഥം.
ഭരണവിരുദ്ധ വികാരം പക്ഷേ അവിടെയും ശക്തമാണ്. അതുകൊണ്ട് ഭരിച്ച പാർട്ടിയെ അടിച്ച് പുറത്താക്കി. പകരം ആരാണോ പ്രതിപക്ഷത്തുണ്ടായിരുന്നത് അവർ അധികാരത്തിലേക്ക് വന്നു. അവിടെ BJP അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് UDF തരംഗമല്ല. UDF തരംഗം എന്ന് പറയുന്നതിലുള്ള തകരാറ് അതാണ്. ഇത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൊടുങ്കാറ്റാണ്. അതടിച്ച് തകർത്ത് തരിപ്പണമൊക്കെയാണ് ചെയ്തത്. എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷത്തിൻ്റെ വർഗരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ ഉയർത്തിപ്പിടിക്കേണ്ടതായ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ അവർ അഭിസംബോധന ചെയ്തിരുന്നെങ്കിൽ ആശാസമരത്തിനോട് അവരെടുത്തിരുന്ന സമീപനം അതാകുമായിരുന്നില്ല എന്നുള്ളതാണ്. അത്രമാത്രം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമൊക്കെ ജീവിക്കുന്നതായിട്ട് മനുഷ്യർ സമരം ചെയ്യുമ്പോൾ അവരെ പരിഗണിക്കണമായിരുന്നു. പരിഗണിച്ചില്ല, അതാണ് പ്രശ്നം. അവർക്ക് പൈസ കൂടുതൽ കൊടുത്തോ ഇല്ലെന്നുള്ളത് വേറെ വിഷയമാണ്. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് 1000 രൂപ കൂട്ടിക്കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അവർ സമരം ചെയ്ത സമയത്ത് അവരോട് അനുഭാവപൂർണമായ സമീപനം എടുക്കാതിരുന്നതാണ് അത് വർഗരാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈയൊഴിയുന്ന പ്രക്രിയയാണ് എന്ന് കണക്കാക്കപ്പെട്ടത്. കേന്ദ്ര ഗവൺമെൻറ് തൊഴിൽ നിയമങ്ങൾ പൊളിച്ച് 4 കോഡുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് എന്ന് പറയുന്നതിനെ എളുപ്പമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. ഡൂയിങ് ബിസിനസ് ഈസി എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. എന്നുവെച്ചാൽ വ്യവസായികൾക്ക് അവർക്കിഷ്ടമുള്ള രീതിയിൽ വ്യവസായ സംരംഭം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ആ നിയമം വന്നത്. തൊഴിലാളി വിരുദ്ധമാണ്. അതിനെതിരെ തൊഴിലാളി വർഗത്തിൻ്റെ ശക്തമായ സമരങ്ങളുണ്ടായോ? ഇല്ല. സമരങ്ങൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇടതുപക്ഷം മാറിക്കഴിഞ്ഞു. സമരമില്ലാത്ത സംഘടനയായി ഇടതുപക്ഷം മാറി. CPI മാറി, CPM മാറി. വ്യത്യാസമൊന്നും അതിനകത്തില്ല. സമരശേഷി നഷ്ടപ്പെട്ട ഇടതുപക്ഷം ദുർബലമായ ഒരു ശക്തി മാത്രമാണ്. ആ ദുർബലമായ ശക്തിയാണ് ആളുകളടിച്ച് പരത്തി നിനക്കൊന്നും ശേഷിയിലിട എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിനെയാണ് നമ്മൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. ഭരിക്കാൻ കയറിയിട്ട് ഇത്ര വർഷമായി. അപ്പോൾ ഈ ഭരണത്തിലേക്ക് കയറുന്ന സമയത്ത് ഭരണ പാർട്ടിയായി മാറുകയാണ്. പിന്നെ അവൻ്റെ ജോലി എന്ന് വെച്ചാൽ സമൂഹത്തിലെ സമ്പന്ന വിഭാഗത്തിൻ്റെയും അതേപോലെ തന്നെ മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ളവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കൽ കൂടി അവരുടെ ബാധ്യതയായി തീർന്നു. തൊഴിലാളി വർഗവും അധസ്ഥിതരും ദളിതരും ആദിവാസികളൊക്കെ അവരുടെ അജണ്ടയിൽ ഇല്ലാതെ പോകും. അപ്പോൾ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നങ്ങൾ സമരം ചെയ്യാനായിട്ട് അവർ തയ്യാറായി. പക്ഷേ സമരം നടക്കുന്നുണ്ട്. കേരളത്തിൽ പലയിടങ്ങളിലും ഒരുപാട് ചെറിയൊരു സമരങ്ങൾ നടക്കാറുണ്ട്. ആ സമരം മേഖലയിൽ എവിടെയെങ്കിലും നിങ്ങൾ CPM-കാരെ കാണാറുണ്ട്, CPI-കാരെ കാണാറുണ്ട്. ഇവരൊന്നും അവിടെ പോകില്ല. കാരണം എന്താണ്? ഈ സമരം മുഴുവൻ സർക്കാരിനെതിരായ സമരമാണെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അവരുടെ നെറേറ്റീവ് അതാണ്. അത് ശരിയല്ല. EMS എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പഠിപ്പിച്ചത്? ഒരു ബൂർഷ്വാ സംവിധാനത്തിനകത്ത് നിങ്ങളൊരു സർക്കാർ ഉണ്ടാക്കുമ്പോൾ ആ സർക്കാരിനെ ഒരുപാട് ലിമിറ്റേഷൻസ്, പരിമിതികളുണ്ടാകും. അതിനെ മറികടക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സമരം ചെയ്യണം. അങ്ങനെയാണ് ഭരണവും സമരവും എന്ന് പറയുന്ന മുദ്രാവാക്യം പോലും രൂപപ്പെട്ടു വരുന്നത്. ഭരിച്ചോട്ടെ, ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, പിണറായി വിജയൻ ഭരിക്കട്ടെ. പക്ഷേ പിണറായി വിജയൻ ചെയ്യുന്ന തെറ്റുകൾ, പിണറായി വിജയൻ നടത്തുന്ന തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ, അതിനെതിരെ സഹാക്കളെ നിങ്ങൾ സമരം ചെയ്യണ്ടേ? എന്താണ് സമരം ചെയ്യാതിരുന്നത്? നിങ്ങളുടെ ഭരണകൂടത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ല. അത് ഭരിക്കുന്നവരുടെ ജോലിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എക്കാലത്തും അത്തരം ഭരണകൂടങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ അതെല്ലാം മറന്നുപോയി. സർക്കാർ എന്ത് ചെയ്താലും ഇത് ഞങ്ങളുടെ സർക്കാരാണ്, അതുകൊണ്ട് അത് ശരിയാണ്, അതിനെ ന്യായീകരിക്കണം. അങ്ങനെ ന്യായീകരണ തൊഴിലാളികളായി എല്ലാവരും മാറി. തോറ്റു കഴിയുമ്പോൾ ഇടയ്ക്ക് ഈ മുറിക്കകത്ത് കയറിയിരുന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഈ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിശക്തമായിട്ട് അതിനെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ PM ശ്രീ പദ്ധതി വന്ന സമയത്ത് CPI വളരെ സ്ട്രോങ്ങായി നിലപാടെടുത്തു. വിനോദ് വിശ്വമൊക്കെ അതിൻ്റെ മുന്നിൽ നിന്നു. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മറ്റു സഹാക്കൾ ഓടിക്കുമെന്ന് ഘട്ടം വന്ന സമയം അങ്ങനെ അതിനെതിരെ സമരം ചെയ്യാൻ തയ്യാറാണ്. അതിനെതിരെ നിലപാടെടുക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറയാനായിട്ടുള്ള ശേഷിയുണ്ടാകും. ഇതുപോലെ തന്നെയാണ് CPM-ൻ്റെ പോഷക സംഘടനകളായിട്ട് DYFI-യും SFI-ക്കും ഒക്കെ ചെയ്യാൻ കഴിയും. SFI-ക്ക് എന്തായി മാറിക്കഴിഞ്ഞു? എന്തെന്നാണ് അവർ കാണിച്ചിട്ടുള്ളത്? അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങൾ, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ,
ഉണ്ടായിസം, ആളുകളെ ആക്രമിച്ച് തല്ലിക്കൊല്ലി, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, അവരുടെ കാര്യപരിപാടികൾ അതൊക്കെ മാറിക്കഴിഞ്ഞ സമയത്ത് ആളുകൾ അതിനെ എതിർത്തു. ഇവരെതിർത്തില്ല, പക്ഷേ ആളുകൾ അതിനെ എതിർത്തു. അങ്ങനെ എതിർക്കുമ്പോൾ രൂപപ്പെടുന്ന ഒരു വികാരമാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയും. അത് ശക്തമാണ്. അതില്ല എന്ന് എന്തിനാണ് നിങ്ങൾ പറയാൻ നടക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല ശരിക്കും. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കണമെങ്കിൽ പറ്റിയിരിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ തിരുത്തണം. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് പറഞ്ഞിട്ട് CPM-ഓ CPI-യോ ഈ രാജ്യത്ത് ഇല്ലാതാകും എന്നാരും പറയില്ല. മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ഇലക്ഷൻ ഡാറ്റ വെച്ച് പരിശോധിച്ചാൽ 7 ജില്ലാ പഞ്ചായത്തുകൾ UDF-നും 7 ജില്ലാ പഞ്ചായത്തുകൾ LDF-നുമാണ്. പൊളിറ്റിക്കൽ വോട്ട്സാണ്. വോട്ട് ഷെയർ പരിശോധിച്ചാൽ 45% UDF-നും 37% LDF-നുമാണ്. ഇത് കണക്കത്തെ കൃത്യമല്ല, ഏകദേശ കണക്ക് മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് ഈ 6-7-8% വ്യത്യാസം എന്ന് പറയുന്നത് ഒറ്റ ജില്ല കൊണ്ടാണ് അത് കവർ ചെയ്യുന്നത്. മലപ്പുറം ജില്ല, അവിടെ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല, ഭരണപക്ഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ മലപ്പുറം ജില്ല വിട്ടാക്ക് ബാക്കിയുള്ള 13 ജില്ലകളുണ്ടല്ലോ, അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ അടിസ്ഥാന ആശയങ്ങൾക്ക്, മനുഷ്യപ്പറ്റുള്ള ആശയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുകയും മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്താൽ രാഷ്ട്രീയമായിട്ട് തിരിച്ചുവരവെന്ന് പറയുന്നത് സാധ്യമാണ്. 80 മണ്ഡലങ്ങളിൽ മാത്രമാണ് UDF-ന് ഭൂരിപക്ഷം. 58 മണ്ഡലങ്ങളിൽ LDF-ന് ഭൂരിപക്ഷമുണ്ട്. 2 മണ്ഡലങ്ങളിൽ BJP-ക്കും ഭൂരിപക്ഷമുണ്ട്. അതൊക്കെ കുറച്ച് മണ്ഡലം, 10 മണ്ഡലം മാറിയാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ ഇനിയും തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ തിരുത്തണം, തെറ്റ് തിരുത്തണം, ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കണം. ഭരണത്തിൽ കയറിയിരുന്ന് ധാർഷ്ട്യവും അഹങ്കാരവും കാണിക്കാൻ പാടില്ല എന്നുള്ളത്. പല പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ല. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മാത്രം പ്രശ്നമല്ല, MLA-മാരുടെ പ്രശ്നമാണത്, മന്ത്രിമാരുടെ പ്രശ്നമാണ്, പാർട്ടി സെക്രട്ടറിമാരുടെ പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെ അവരുടെ പരാതികൾ പറയാൻ പറ്റും? അവരുടെ പരാതികൾ കേൾക്കാനായിട്ടുള്ള ഒരു സംവിധാനം പോലും ഇല്ലാത്ത പ്രസ്ഥാനമായിട്ട് ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ ജനവിരുദ്ധ പ്രസ്ഥാനമായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പരിശോധിച്ച് തിരുത്താനായിട്ട് തയ്യാറായ അവിടെ CPI CPM-ഉം ഇതൊക്കെ മനസ്സിലാക്കി ഒരേപോലെ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തരംഗങ്ങൾ ഉൾക്കൊള്ളുകയും തിരുത്തുകയും ചെയ്താൽ ഇനിയും ഒരു മത്സരക്ഷമത എന്ന് പറയുന്ന മുന്നിലുണ്ട്. ഞാൻ പല സഹാക്കളുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് തോറ്റു മാറട്ടെ എന്നാണ് പറയുന്നത്, ജയിക്കരുത് എന്നാണ് അവർ പറയുന്നത്. കാരണം ജയിച്ചാൽ ഈ തെറ്റ് തിരുത്തൽ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് സാധ്യതയില്ലെന്നാണ് അവർ പറയുന്നത്. തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞാൽ തോറ്റ് പുറത്തിരിക്കണം. അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടെ ചെയ്യാനും വീണ്ടും പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ടിയുടെ രാഷ്ട്രീയം ജനങ്ങളിലെത്തിക്കാനും ജനങ്ങളുമായിട്ടുള്ള പൊക്കിൾക്കൊടി ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കാനുമായിട്ടുള്ള അവസരങ്ങളുണ്ടാകും. അതുകൊണ്ട് പല സഹാക്കളും പറയുന്നത് തോൽക്കണം, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടണം എന്ന് തന്നെയാണ്.